പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് കർമ്മം ചെയ്യാൻ അനുവദിക്കാതെ ഇത് ഷൂട്ട് ചെയ്യുക, ഒരാളുടെ വിവാഹമായിക്കോട്ടെ മറ്റൊരു വ്യക്തിപരമായി ഒരാളുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് അയാളുടെ കുടുംബം ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച പോലെ നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് മ്യൂസിക് ഇട്ട് ക്യാപ്ഷൻ ഇടുന്നതും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, അതിനൊരു മര്യാദ കാണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. നേരത്തെ ഫാമിലി സ്പേസിലേക്ക് കടന്നു പറഞ്ഞു അതോടൊപ്പം തന്നെ വൾഗറായിട്ട് പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ നടിമാരുടെ ഒക്കെ വൾഗറായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ, ഈ സംഘടനകൾ തന്നെ ഏത് രീതിയിൽ നിങ്ങൾ പോകരുത് എന്ന് അവരോട് പറയല്ലോ, കാരണം അവരുമായിട്ട് ബന്ധമുണ്ടാവും. അവർക്ക് സംഘടന വേണ്ട, ഞാനതാ മുഖ്യമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞത്. സിനിമാ സംഘടനകൾ ഇവരോട് പറയുന്നത് എവിടെയാണ്? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരനെ പോലെ അവിടെ നിന്ന് ദയവ് ചെയ്ത് ഇവരുടെ കുടുംബം ഇത് ചെയ്തോട്ടെ മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ടും പറ്റുന്നില്ലല്ലോ. സംഘടനകൾ എന്താ പറയുക? ഇത് ഞാൻ സംഘടനകളല്ല, ഞാനിത് ആവശ്യപ്പെടുകയാണ്. ഇതൊരു റിക്വസ്റ്റാണിത്. ഒരു തൊഴിൽ ഒരാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മീഡിയ ചെയ്യുന്ന ഒരു തൊഴിൽ ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. ആ തൊഴിൽ ചെയ്യുന്നതിന് കാരണം ഇവരൊന്നും നിങ്ങളെപ്പോലൊരു എക്സ്പീരിയൻസഡോ ട്രെയിൻഡായ ആളുകളോ അല്ലെങ്കിൽ ജേർണലിസം എന്താണെന്ന് പഠിച്ചവരോ ഒന്നുമല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും. അവർ കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. അവർക്ക് കണ്ണിൽ കാണുന്നത് എന്തും ചിലപ്പോൾ കണ്ടൻ്റായിട്ട് തോന്നുന്നുണ്ടാകാം. അതിനകത്തും മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഞാനതാ സുബി മരിച്ചപ്പോഴുള്ള കാര്യവും നവാസിക്കയുടെ കാര്യവും ഇതൊക്കെ പറഞ്ഞു. നമ്മളവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ നിരന്തരം ആദ്യം ഹോളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വെച്ച ഫ്രീസർ നേരെ ഒന്ന് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇത് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സിനിമ പ്രൊമോഷനിലൂടെ കിട്ടുന്ന അംഗീകാരം, പിന്തുണ, അതാണ് അവരിവിടെ മിസ്യൂസ് ചെയ്യുന്നത്. അല്ല അതെങ്ങനെയാ സിനിമ പ്രൊമോഷനിലൂടെ കിട്ടുന്ന അംഗീകാരം? കഴിഞ്ഞ പ്രാവശ്യത്തെ ജനബോഡി യോഗത്തിന് നിങ്ങളൊരു ഓൺലൈൻ ചാനലിനാണ് അമ്മ അത് എടുക്കാനും വിഷുവിനൊക്കെ പെർമിഷൻ കൊടുത്തത്. ആ പെർമിഷനും അംഗീകാരമാണ് അവർ ഇത്തരം കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്. ആ പെർമിഷനും അംഗീകാരവും മിസ്യൂസ് ചെയ്യുന്നത് അതൊരു സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞത് അത് സ്വാഭാവികമാണോ? അത് അസ്വാഭാവികമാണ്. അവരെ നിയന്ത്രിക്കേണ്ടത് സിനിമാക്കാർ തന്നെയാണ്. എങ്ങനെയാണ് അവരെ സിനിമാക്കാരെ നിയന്ത്രിക്കേണ്ടത്? പറയൂ. അമ്മയുടെ മീറ്റിംഗിനകത്ത് പോലും മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാറില്ല. ഓൺലൈൻ ബ്ലോഗേഴ്സിനെയും അതേപോലെ തന്നെ മീഡിയാസിനെ മാത്രമാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്. അവരാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ, അതായത് MLA ഇവിടെ മത്സരിക്കുമ്പോൾ പോലും ഈ മണ്ഡലത്തിലടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള തീരുമാനം താരസംഘടനയായ അമ്മ എടുക്കും. നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. അമ്മ സംഘടന ഒരു പ്രോഗ്രാം ചെയ്യുമ്പം അതിനകത്തുനിന്ന് അതിൻ്റെ ഷൂട്ടിംഗ് റൈറ്റ്സ് കൊടുത്ത് പ്രതിഫലമായി പണം മേടിച്ചിട്ടാണ് ഒരാളെ അകത്ത് കയറ്റുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പണം അമ്മയുടെ അകത്തുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിജയിക്കുന്നത്. അതിനൊരു റീച്ച് ഉണ്ടല്ലോ. ഈ റീച്ച് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നതാണല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം. ആ റീച്ചിനെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ അതിന് പ്രതിഫലമായി പണം വാങ്ങിക്കൊണ്ട് ഒരാൾക്ക് ആ ടോട്ടൽ ഇത് ഷോ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതാണ് ഈ സാധനം. മീറ്റിങ്ങിൻ്റെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ആരെയും കയറ്റുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതോ അവിടെ ആളുകൾ നടക്കുന്നതോ എടുക്കാൻ പ്രതിഫലമായി പണം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. അത് സ്വാഭാവികമായി അവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയരുത്. അത് സ്വാഭാവികമാണ് ആ ദുരുപയോഗം ചെയ്യല്. ആളുകളാണ് ഈ മേഖലയിലേക്ക്, അതായത് എന്താണ് ഇവിടെ നടക്കുന്ന സംഭവം, അല്ലെങ്കിൽ ആ ലൊക്കേഷനിലടക്കം എന്താണ് അവിടെയുള്ള സാഹചര്യം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തത്. നേരത്തെ MLA പറഞ്ഞല്ലോ, അത്തരം ആളുകളാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നത്. അതെ, ഞാൻ അങ്ങനെ മിസ്യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ മിസ്യൂസ് എന്നുള്ള വാക്കാണല്ലോ പറഞ്ഞത്. നമ്മളൊരു സാധനത്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. ഒരാൾ കത്തിയെടുത്ത് കുത്തിക്കൊന്നു കഴിയുമ്പോൾ അയാൾ ആ കത്തി വെച്ച് പണ്ട് കഷ്ണം മുറിക്കാൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ഉപയോഗത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാമെന്നേ, ഇതെല്ലാം ലോകം മുഴുവൻ ഉണ്ടല്ലോ, എല്ലായിടത്തും ഉപയോഗിച്ചോട്ടെ, ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. മരിച്ച വീട്, കല്യാണ വീട്, മനുഷ്യൻ വേദനിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പ്രൊമോഷനോ അമ്മയുടെ മീറ്റിങ്ങോ സിനിമയിൽ ഒരാൾ ഇടപെട്ട് നിൽക്കുന്നതിനൊക്കെ ഇതെല്ലാം മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നില്ല. സിനിമ ഒരു മാധ്യമമാണ്, മറ്റു മാധ്യമങ്ങളുടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാ മാധ്യമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അതൊരു സിനിമാ നടൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഈ സിനിമാ നടന്മാരുടെ വ്യക്തി ജീവിതത്തിലേക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെ മരണ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പ്രൊമോഷൻ തരില്ല എന്നുള്ളത് അമ്മയ്ക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ സംഘടനകൾക്ക് പറയാൻ കഴിയുമോ? അതെങ്ങനെ പറയാൻ കഴിയുന്നത്? സിനിമയുടെ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലല്ലേ, കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യമല്ലേ. നമ്മൾ ആർക്കാണ് പ്രൊമോഷൻ തരില്ലെന്ന് പറയുന്നത്? അവിടെ ഒരു 2000 പേരവിടെ നിൽക്കുന്നുണ്ടാവും. നമ്മളിതിൽ ആരോടാണ് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇനി പ്രൊമോഷൻ നമ്മൾക്ക് തരാൻ പറ്റില്ലെന്ന് പറയുന്നത്? സർ, പ്രൊമോഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ
പൈസ കൊടുത്ത് അവർ പ്രതിഫലം വാങ്ങി ചെയ്യുന്ന അതിൻ്റെ പർപ്പസ് സേവ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതിന് നമ്മൾ നിങ്ങൾക്ക് ആർക്കും പ്രൊമോഷൻ തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ അടുത്ത തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇത് സിനിമാ നടന്മാരുടെ മാത്രം പ്രശ്നമല്ലെന്നേ. ഇത് രാഷ്ട്രീയക്കാരൻ്റെ വ്യക്തി ജീവിതത്തിലും സ്പോർട്സ് താരത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും പ്രശസ്തരായ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ ഈ കാര്യമുണ്ട്. ഇത് അമ്മ എന്ന് പറയുന്നൊരു സംഘടനയും സിനിമാക്കാരിലും കയറുന്നൊരു കാര്യം. ഇന്നലെ സലീമേട്ടൻ ആയതുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. ഇത് ഉമ്മൻചാണ്ടി സാർ മരിച്ച ദിവസവും ഇതുണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സ്പോർട്സിലെ ഏതെങ്കിലും ഒരു താരം മരിച്ചാലും ഇത് ഉണ്ടാവും. അന്നെ സ്പോർട്സിലിട്ട് പറ്റുമോ? ഇതൊരു നിയമം മൂലമൊക്കെ നമുക്കിത് കൊണ്ടുവന്നാലും ഇതൊരു അവനവൻ്റെ ആത്മബോധത്തിൻ്റെ കാര്യത്തിൽ ഒരാൾ നമ്മളിങ്ങനെ 10 പേരിൽ നിന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും ഇതിന്നൊരു 4 പേരെങ്കിലും ഇത് മനസ്സിലാക്കുകയും മാറുകയും അല്ലാതെ നമ്മളെങ്ങനെയാണ് നമ്മളെല്ലാവരെയും അടച്ചിട്ട് ഇത്രയും പേര് 5000 പേരോടെ ഫോൺ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ നമ്മളെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയാതെയാണ് ചന്തു അത്രയും ഒച്ചയെടുത്തത്. അയാളുടെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ഒരു 10 മിനിറ്റും കൂടെയാണ് അയാൾക്ക് അച്ഛനെ അതുപോലെ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ വിറക് വെച്ചത് മൂടുകയാണ്. അതിനു മുമ്പ് ഒരു 10 മിനിറ്റ് ഒരു പേഴ്സണൽ സ്ഥലത്ത് നിന്നത് കാണാൻ അവസരം കൊടുക്കാത്ത അവസ്ഥകൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നേ പറയുന്നുള്ളൂ. ഈ പ്രസ്ഥാനങ്ങളെല്ലാം നിർത്തണമെന്നോ ഓൺലൈൻ മാധ്യമങ്ങൾ നിർത്തണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ഇതൊരു വിവേചന ബുദ്ധിയുടെ സ്ഥലം ഇതിനകത്തുണ്ട്. അത് നമ്മൾക്ക് പറയാം. ഇതുപോലെ ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം. കടന്നു വരുന്നു എന്ന് പറയുന്നവർക്ക് പരാതി കൊടുത്താൽ ആർക്കെങ്കിലും എതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതല്ലാതെ ഇത് തടയാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിലിപ്പോ ഈ ചാനലുകളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടുകൂടി ലൈസൻസോടുകൂടി ഇതിന് ഈ ഓൺലൈൻ ആൾക്ക് ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. അപ്പൊ അതിനൊരു ലൈസൻസിങ് സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇപ്പോൾ ഒരു MLA കൂടിയാണ്, സിനിമാ പ്രവർത്തകനാണ്. അങ്ങനെ നിയമസഭയിൽ അതിനൊരു ലൈസൻസിങ് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. 100% വളരെ നല്ലതാണ്. അതൊരു ഉത്തരവാദിത്വം ആളുകളിൽ വർദ്ധിപ്പിക്കും. അതിനൊരു ലൈസൻസും നമ്മൾക്കെല്ലാം ഒരുപാട് ഇല്ല. അത് നമ്മുടെ OTTകൾക്ക് പോലും കാര്യമായിട്ടുള്ള സെൻസറിങ് ഇല്ല. സെൻസറിങ് തിയേറ്ററിൽ വരുന്ന കാര്യങ്ങൾക്കല്ലേ ഉള്ളൂ. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് അങ്ങനെ ഇല്ലല്ലോ. ഇനി ഡിജിറ്റൽ മാധ്യമങ്ങളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഓൺലൈനിൽ പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, അവിടെ കണ്ടു നിൽക്കുന്ന ഒരുപാട് പേര് ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ മാധ്യമങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തു, ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം ഷൂട്ട് ചെയ്തു എന്നല്ല പറയുന്നത്. അവിടെ കണ്ടു നിൽക്കുന്ന കാണാൻ വരുന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ നിന്നുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. എല്ലാവരും മറ്റു മനുഷ്യരെ മനസ്സിലാക്കുന്ന രീതിയിൽ പെരുമാറിയാൽ വളരെ നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ്. സിവിക് സെൻസിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ഇതൊരു അഡിക്ഷൻ ഉണ്ട്. എന്ത് നല്ല കാര്യത്തിനും ഞാനൊരിക്കൽ പറഞ്ഞ പോലെ അത് എല്ലാ കൊല്ലവും നടക്കുന്നതാണെങ്കിലും തൃശ്ശൂർ പൂരമായാലും ശരി, വള്ളംകളി ആയാലും ശരി, അവിടെ എത്തി നിന്ന ശേഷം ഇതെടുത്ത് ഷൂട്ട് ചെയ്യുകയും നിരന്തരം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാണുമ്പം അത് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ആരും ഒരു ലിവിങ് ഇൻ ദ മൊമെൻ്റ് ആ നിമിഷം അറിയുന്നില്ല. ഇതൊരു പ്രോസസ്സായി മൊബൈലിൽ കൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവനവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇത് മറ്റൊരാൾ ഞാൻ അതാ പറഞ്ഞത്, എനിക്കുണ്ടായിട്ടുണ്ട് ഈ അനുഭവം.